തള്ള പൈലകളെ നിങ്ങൾ അറിഞ്ഞില്ലേ? നമ്മളിവിടെ അടുത്ത സ്റ്റേഷനിൽ ഒരു പുതിയ SI ചാർജ് എടുത്തിരിക്കുന്നു. അമ്മേണ SI എന്ന് പറഞ്ഞാ ഞാൻ പറയാനില്ല, നിങ്ങൾ കണ്ടുനോക്ക്. ഇതാരടാ സാർ? ഇവനൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്നു. ഇവൻ ഉത്സവ പറമ്പിൽ ഇരുന്ന് കുലുക്കി കുത്ത് കളിച്ചിരിക്കുന്നു. കുലുക്കി കുത്ത് കളിയല്ലേ മോനെ? ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നിനക്ക്? അയ്യോ പൊന്നുമോന് ജീവിക്കാൻ വേറെ ഒരു വഴിയുമില്ല. ഇവന്റെ തൊണ്ടി സാധനം കൊണ്ടുവന്നോ? എടുത്ത് പിടിക്കട കയ്യിൽ. വിളിക്കുന്നവരെ ഇവിടെ ഇരുന്ന് കുലുക്കി കുത്ത് കളിക്കണം. കളി വീരാജാവി 1 വെച്ച് 2 2 വെച്ച് 3 3 വെച്ച് 4 വെച്ചോ. ഇങ്ങനെ വിളിക്കുന്നവരെ പറഞ്ഞു പറഞ്ഞ് നിന്റെ ഊപ്പാട് ഞാൻ വരുത്തിക്കൂടാ. ഈ സ്പീഡ് 20 രൂപ. നീ ഒരു പോലീസുകാരനാണ്. ഞാൻ ഇവിടെ ശിക്ഷ നടപ്പിലാക്കാൻ നീ കണ്ടോ? വൃത്തികെട്ട പരിപാടി കാണിക്കരുത്. നിന്റെ തൊപ്പിയും ധരിപ്പിക്കാൻ ഞാൻ കളിച്ചിട്ട് കളിച്ചാൽ മതി. അപ്പൊ സാർ ക്ലാബ് നമ്പർ ഞാനാണ് ക്ലാബർ നമ്പർ വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാനല്ലേ ക്ലാബർ നമ്പർ വെച്ചത്? ഞാൻ ആദ്യം 50 രൂപ വെച്ചത്. നീ 20 രൂപ വെച്ച് 50 രൂപ വെച്ചില്ല. സാറേ 20 രൂപ വെച്ചത്. എന്തിന് കളിയിലായത്? ഇല്ലെണ്ണ ഞാനെണ്ണ ക്ലാബറിൽ 50 രൂപ വെച്ചത്. നിന്റെ പഠിത്തോ? അയ്യോ ഞാൻ ഇവിടുത്തെ SI ആണ്. നീ ഇവിടുത്തെ SI ആണെങ്കിൽ എനിക്കെന്തോടെ? അല്ലെങ്കിൽ ഈ സാറ് സ്ഥിരം അലുമ്പാ. നിന്റെ അടുത്ത് പഠിത്തോ? എടാ മാനോ മര്യാദയായിട്ട് കളിക്കാൻ പറ്റുമോ? അപ്പൊ കളിക്കാം. രാജാവേ വെച്ചോ. വട്ടം പറഞ്ഞിരിക്കുന്നു കമ്പനിക്ക്. അയ്യോ പോലീസ് ഓടിക്കോടാ. ഓടിക്കോ. എടേ PC നീ ഇതെവിടെ ഓടുന്നു? പോലീസ് ഇവിടുത്തെ ഓടിക്കോ. എടേ നമ്മളല്ലേ ഇവിടുത്തെ പോലീസ്. നമ്മളായിരുന്നോ പോലീസ്? അവൻ കാശം കൊണ്ട് പോയി. സാറേ സാറിനെ കാണാൻ ഒരു സായിപ്പ് വന്നിരിക്കുന്നു. സുലൈമാൻ സായിപ്പാടാ? അല്ലല്ല, പിന്നെ അമേരിക്ക എന്നാണ് പറഞ്ഞത്. എവിടെന്ന്? അമേരിക്കന്ന്. അമേരിക്കയില്? അതാര്? വരാൻ പറ. ഹലോ ഇൻസ്പെക്ടർ. ഹലോ. ഹലോ. എടാ നിനക്കല്ലേ എന്നെ ഒരു വിലയില്ലാത്ത കണ്ട? അമേരിക്കന്റെ സായിപ്പന്മാരൊന്ന് കൈ തന്നത് കണ്ട? ഒരുപാട് കൂട്ടരെനിക്ക് അമേരിക്ക ഉണ്ട്. സത്യം ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞു കാര്യം. എനിക്ക് അഹങ്കാരമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു. ഒരുപാട് ഫ്രണ്ട്സ്. നിനക്ക് ഇതിലുണ്ടോ കമ്പനി? ഇല്ലില്ല. എടാ നീ ഇതുപോലെ സായിപ്പിനെ അടി. എനിക്ക് അടി. പിന്നെ പറയാളി എന്തൊക്കെയുണ്ട് വിശേഷം? Where is the railway station? Where is the railway station? Tell me, Inspector, where is the railway station? Railway station. എവിടെ പോന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോ. Railway station. ഇതെന്റെ കൂട്ടുകാരല്ലേ? അയ്യോ അമേരിക്കയിലൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ട് സാറിപ്പം പറഞ്ഞാലോ പറഞ്ഞു കൊടുത്തിട്ട്. Railway station. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകണം. നേരെ പോകുമ്പം അവിടെ ഒരു മുക്കുണ്ട്. മുക്കിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ What? Where is the railway station? ഇവിടെ നിന്ന് നേരെ പോകുമ്പോ അവിടെ ഒരു മുക്കുണ്ട്. Inspector, tell me where is the railway station? ശരി പറഞ്ഞോടാ. എനിക്കോ ഈ സാറൊക്കെ പറഞ്ഞു കൊടുത്തു. ഇംഗ്ലീഷ്. English. My name is Ponnaya. I have 30 years old. I am the police of the inspector. Inspector, tell me where is the railway station? Mr. Saipe, ഇവിടെ നിന്ന് നേരെ പോണം. Oh, go straight. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നിസ്സാര പരിപാടി. നമ്മുടെ മലയാളം അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി മുക്കി പറഞ്ഞു കൊടുത്ത് ഇവർക്ക് മനസ്സിലാവും. അത്രയും മനസ്സിലായല്ലോ. അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു മുക്കുണ്ട്. കണ്ട? What? അത് കൈവിട്ട് പോയുടെ. സാറേ ഈ ബസ്സും കാറും കൊണ്ടിട്ടിരിക്കുന്ന സ്ഥലം You mean junction? അവിടുന്ന് വലത്തോട്ട് പോകുമ്പോൾ വെച്ചാ പോരാറങ്ങി. ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, ഹിന്ദി അറിഞ്ഞൂടാ. മനുഷ്യനെ കൊല്ലിക്കാൻ ഓരോ ഭാഷ ഉണ്ടാക്കി വെക്കും ചുമ്മാ. अरे भाई साहब, रेलवे स्टेशन किधर है? रेलवे स्टेशन किधर है?
എന്താ സാറേ? അമ്മയെ കാണണം. എന്തിന്? ആ തള്ള 1000 വട്ടം പറഞ്ഞതാണടാ, പോയിരുന്നു പടിമോനെ പടിമോനെ. അന്ന് കേട്ടില്ല. കാവറൊക്കെ നടന്നതിന്റെ ഗുണമാണ് ഈ പന്നിക്കൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? अरे भाई साहब रेलवे स्टेशन किधर है? എന്നാച്ച് ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്? क्या എടാ വേട്ടാവളിയാ, നമ്മൾ ഇവിടുന്ന് നേരെ പോണം. क्या റൈറ്റ്, അവിടുന്ന് പോരാണെങ്കിൽ മനസ്സിലാക്കി കൊല്ലിക്കാണ്ട് ഓരോ ഭാഷ ഉണ്ടാക്കി നോക്കി. അയ്യോ പൊന്നു സുഹൃത്ത്, എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, ഹിന്ദി അറിഞ്ഞൂടാ, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. സാറേ, ഈ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴി ഏതാ? ഓ, ഈ റെയിൽവേ സ്റ്റേഷനിൽ അവന് ഇത്ര നേരം പറയാൻ വയ്യ. ഇംഗ്ലീഷുകാരന് ഹിന്ദിക്കാരന് പറഞ്ഞ് മനുഷ്യന്റെ ഊപ്പാടുണ്ടപ്പോഴാണ് അനുജനായോ. അയ്യോ, നീ കുറെ നേരമായിട്ട് വന്ന് പിറക്കണം പിറക്കണം എന്ന് പറഞ്ഞ എന്തോടെ പറക്കേണ്ടത്? സാറേ, കഴിഞ്ഞ മാസം എന്റെ 1000 രൂപ കടോട്ട് വാങ്ങിയായിരുന്നോ? വാങ്ങിച്ചു. ഇന്നലെ തരാന്ന് പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് തന്നോ? ഇല്ല. അതാ പറഞ്ഞ പിറക്കണം. എന്ത് തന്തയ്ക്ക് പിറക്കണം? വല്ല കാര്യം ഉണ്ടായിരുന്നു ഇത് കേൾക്കണ്ട്. ഇനി ആരെങ്കിലും പരാതിക്കാരുണ്ടെ കയറ്റിവിട്. പരാതിക്കാർ വന്നിപ്പോട്ട് അലിയാടാ, ഒരു പരാതി പറയാൻ വന്നേടാ. പറയളിയാ പോലീസർ നിനക്ക് അളിയനെ ഇങ്ങോട്ട് മാറില്ല. എന്താണ് നിന്റെ പരാതി? സാർ, ഞാൻ എന്റെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോ എല്ലാവരും എന്നെ വക്കീലെ വക്കീലെ എന്ന് വിളിച്ച് കളിയാക്കുന്നു. സാറിന്? അതെ. സാർ ഏതുവരെ പഠിച്ചു? 4ാം ക്ലാസ് വരെ. 4ാം ക്ലാസ് വരെ പഠിച്ചു നിന്നെ വക്കീലെ വക്കീലെന്ന് വിളിക്കുമ്പോ നിനക്ക് നാണക്കേടല്ലടാ. എടാ, ഡിഗ്രി പാസ്സായി എന്നെ എപ്പോഴും നാട്ടുകാരെ വിളിക്കുന്നത് ചൊറിയാൻ പ്രസന്നാന്നാണ്. ഇരിക്കാടാ, നീ വന്ന കാര്യം പറ. സാറേ, എന്റെ ഭാര്യയ്ക്കൊരു ജാരനുണ്ട്. അതുകൊണ്ട് കള്ള കാമുകൻ. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു തരണം. ഇവിടെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വേണ്ട പോലെ ഞാൻ കാണാം. സാറേ, അവനെ അടിക്കല്ലേ? ഞാൻ നല്ലൊരു മാർഗം കൊണ്ട് പറഞ്ഞുതരാം. ഡേയ്, നിന്റെ ഭാര്യയുടെ കാമുകൻ ഏത് വാതിലൂടാണ് നിന്റെ വീടിനകത്തേക്ക് കയറി വരുന്നത്? അടുക്കളയിലോട്ട്. അടുക്കള വാതിലൂടെ. ഇന്നവൻ അതിലേ വരുമ്പോ നീ ഒരു പണി ചെയ്യണം. നീ ഒരു അമ്മിക്കല്ലെടുത്ത് ഈ വാതിലിന്റെ മുകൾ ഭാഗത്ത് വെക്കണം. അമ്മിക്കല്ല്. കള്ളം വരുന്നു, കള്ളു തുറക്കുന്നു, കല്ലവന്റെ തലേ വീഴുന്നു. അങ്ങനെ നമുക്ക് അവനെ പിടിക്കാം. സൂപ്പർ ഐഡിയ. പക്ഷേ നീ ഒരു പോയിന്റ് വിട്ടുപോയി. അതാണ് SIയും കോൺസ്റ്റബിളും തമ്മിലുള്ള വ്യത്യാസം. അനിയ, ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കല്ല് പിടിച്ചു വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം. അമ്മിക്കല്ല് മാത്രമേ പിടിച്ചു വെക്കാവൂ. കറക്റ്റ്. അല്ല, ഇന്നലെ ഈ PC കാണിച്ച പോലെ നീ ആട്ടുകല്ലൊന്നും പിടിച്ചു വെക്കരുത്. 16 തകലാണ്ട പന്നി, 16